ഹലോ, നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഇത് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞു. അതായത് നമ്മൾ ഓണം എക്സാം എന്ന് വിളിക്കുന്ന ആ ഒരു ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 9 സബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ഒരു സബ്ജക്റ്റ് കൂടിയില്ലേ? അതായത് ടോട്ടൽ 10 സബ്ജക്റ്റിലെ IT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടിയുണ്ട്. ഈ ITയുടെ എക്സാം ആ ഒരു ഓണം എക്സാം അഥവാ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ കൂടെ ഉണ്ടായോ? ഇല്ല അല്ലേ? അപ്പോൾ IT എക്സാം എപ്പോഴൊക്കെ ആയിരിക്കും നടക്കുക, എത്ര IT എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്കറിയാം, ബാക്കി സബ്ജക്റ്റ് പോലെ ഈ ITയുടെ എക്സാം എന്ന് പറയുന്നത് പേപ്പറിൽ എഴുതുന്ന ആ ഒരു രീതിയല്ല ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. IT എക്സാം നടക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയറിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 3 IT എക്സാം ആണ് ഉണ്ടാവുക. ആദ്യത്തേത് IT മിഡ് ടേം എക്സാമിനേഷൻ, രണ്ടാമത്തേത് IT മോഡൽ എക്സാമിനേഷൻ, അവസാനത്തേത് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ IT മിഡ് ടേം എക്സാമിനേഷൻ അതെപ്പോഴാണ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഒരു ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് ടേം എക്സാം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് IT മിഡ് ടേം എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അതായത് ഇനി അധിക കാലമൊന്നും ഇല്ല അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ ഒരു IT മിഡ് ടേം എക്സാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓണം എക്സാം, ഒരു ഫസ്റ്റ് ടേം എക്സാമിൻ്റെ സമയത്ത് ബാക്കി സബ്ജക്റ്റുകൾ എക്സാം ഉണ്ടാകും. എല്ലാ ചാപ്റ്ററൊന്നും ഇല്ലല്ലോ, ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ. അത് വെച്ചിട്ടായിരുന്നു എക്സാം. അതേപോലെ തന്നെ IT മിഡ് ടേം എക്സാമും എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളതും അതെങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എക്സാം എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൂടെ പഠിക്കാം. അപ്പോൾ IT മിഡ് ടേം എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് 2025 നിങ്ങളുടെ IT മോഡൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ, IT മോഡൽ എക്സാമിനേഷൻ ബാക്കി മോഡൽ എക്സാമിനേഷൻ നടക്കുന്നത് പോലെ തന്നെ ITയിലെ മുഴുവൻ ചാപ്റ്റേഴ്സും ആ ഒരു മോഡൽ എക്സാമിനേഷൻ്റെ ചോദ്യങ്ങളിൽ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് നിങ്ങളുടെ അവസാനത്തെ ആ ഒരു പബ്ലിക് എക്സാമിനേഷൻ, IT പബ്ലിക് എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് അതിനൊരു ഡേറ്റ് ഉണ്ടാവും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് ആ ഒരു മോഡൽ എക്സാമിനേഷൻ നടത്തേണ്ടത് എന്നുണ്ടാവും. ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് അധികം വലിയൊരു ഗ്യാപ്പ് ഒന്നും പബ്ലിക് എക്സാമിനേഷന് പൊതുവേ കിട്ടാറില്ല. മോഡൽ എക്സാം കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ സാധാരണ IT പബ്ലിക് എക്സാമിനേഷൻ തുടങ്ങാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്തരത്തിൽ 3 IT എക്സാം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന IT എക്സാം എന്ന് പറയുന്നത് മിഡ് ടേം എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ IT എക്സാം എപ്പോഴൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.